നമുക്ക് വേണ്ടി സംസാരിക്കുമെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരാൾ മിണ്ടാതിരിക്കുന്നതിനേക്കാൾ വലിയ വേദന വേറൊന്നുമില്ല. കാരണം നമ്മൾ വിശ്വസിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു ഫ്രണ്ട്ഷിപ്പിലായാലും റിലേഷൻഷിപ്പിലായാലും നമ്മൾ ഒറ്റപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോരുത്തരെയും നമ്മൾ കൂടെ ചേർക്കുന്നത്, അല്ലെങ്കിൽ അവരൊറ്റപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അവർക്ക് ഓരോ വിഷമങ്ങളും സാഹചര്യങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മൾ അവരുടെ കൂടെ നിന്ന് അവരെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്കൊരു സാഹചര്യം വരുമ്പം ആരും നമ്മുടെ കൂടെ നിൽക്കാതിരിക്കും. നിങ്ങൾ നിങ്ങളുടെ കൂടെ നിൽക്കുന്നവരെ വഞ്ചിക്കാതിരിക്കുക. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും വഞ്ചിക്കാതിരിക്കുന്നത് പോലെ തന്നെ തെറ്റാണ് സംസാരിക്കാതെ പ്രവർത്തിക്കാതെ ഇരുന്ന് അവരെ വഞ്ചിക്കുന്നത്. അവരെന്തുമാത്രം വിഷമിക്കുന്ന അറിയാമോ? ഇനി ഇത്തരം സാഹചര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്താൽ എന്ത് ചെയ്യണം? നമ്മൾ നേരിട്ട് തല്ലുകൂടാൻ പോകരുത്. തല്ലുകൂടാൻ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെയാണ് നാണക്കേട്. നമ്മളെന്ത് മനസ്സിലാക്കണം? അവരുടെ ജീവിതത്തിൽ നമുക്ക് അത്രയേ ഉള്ളൂ സ്ഥാനം. അത് മനസ്സിലാക്കുക. സാവധാനം ആ റിലേഷൻഷിപ്പിൽ നമ്മൾ മാറി പോരാ. പിന്നെ ചിരിക്കുക. നീ ചെയ്തതും പ്രവർത്തിച്ചതൊന്നും എന്നെ ബാധിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ പുഞ്ചിരിച്ച് കാണിക്കുക. ആ ചോദിക്കാതിരിക്കുന്നതും വഴക്കുണ്ടാക്കാതിരിക്കുന്നതും ആ റിലേഷൻഷിപ്പിൽ നിന്ന് സാവധാനം പുറത്തേക്ക് വരുന്നതും ഒക്കെ ചെയ്യുന്നതാണ് നമ്മൾ കാണിക്കുന്ന ധൈര്യം. നമ്മൾ കാണിക്കേണ്ട ധൈര്യവും അന്തസ്സും എല്ലാം അതാണ്.